അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പരിശുദ്ധമായ ഇസ്ലാമിക സംഘടനകളൊക്കെ നടന്നത് ആത്മരക്ഷാർത്ഥമോ അല്ലെങ്കിൽ മർദ്ദിതരായ ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയോ ആയിരുന്നു. ഒന്നാമത്തെ യുദ്ധമായ ഇസ്ലാമിൻ്റെ സംഘടനമാണ് ബദർ യുദ്ധം. അത് നിങ്ങൾക്കെല്ലാം അറിയാം. എന്നാൽ ബദറിന് പ്രതികാരം ചോദിക്കാൻ 70ഓളം മക്ക കുഫാറുകൾ ബദറിൽ കൊല്ലപ്പെടുകയും 70ഓളം ആളുകളെ തടവിലാക്കപ്പെട്ടവരെ വിടുകയും ചെയ്തു. ഏതായാലും ബദറിന് പ്രതികാരം ചോദിക്കലായിരുന്നു ഉഹദ്. അങ്ങനെയാണ് ഉഹദ് ഉണ്ടായത്. ആ ഉഹദ് യുദ്ധ ചരിത്ര കഥയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. പിൻ ചിറപേട്ടോർകളയും കൊണ്ടാരി ഗോരത്തി പരിദാപൂവി ത്വയ്ബ പൂകിന്തെല്ലാം ഹബീബുള്ള ഫളുറ്റേ തീരു മുമ്പിൽ അണന്ത പിന്ന ബിരിദും സൂറാലും ഫർഹാലും ഉലകർകൾ പിണ്ടേറ്റം പെരിയോനെ പുകഴ്ந்தாറെല്ലാം കാരുണ്യം നിഗന്ധവർ നബിയൊന്നാബിളിത്തപ്പൽ കരുത്തുറ്റേ അരികരിൽ വിചാരം ചെയ്താർ. എന്തായാലും ബദർ യുദ്ധത്തിന് കാരണം ഉഹദ് യുദ്ധമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഖുറൈശി പ്രമാണികളും അതുപോലെ തന്നെ മക്കാ മുശ്രിക്കുകളുമായ അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത്, വലീദടക്കമുള്ള 70ഓളം ആളുകൾ ബദറിൽ വധിക്കപ്പെടുകയുണ്ടായി. ബദർ യുദ്ധം കഴിഞ്ഞ് നബിയും സഹാബത്തും മദീനയിൽ തിരിച്ചെത്തുകയും ഈ സമയം ബദറിൽ തടവിൽ പിടിക്കപ്പെട്ട മക്ക കുഫാറുകളുമായി സഹാബത്ത് ഇലാ ഹദറത്തി റസൂലില്ലാ, അള്ളാൻ്റെ റസൂലിൻ്റെ ഹദറത്തിലെത്തി. ഈ സമയം നബിതങ്ങൾ സഹാബത്തിനെ വിളിച്ച് പറയുകയാണ്, എന്താണ് സഹാബത്തെ ഇവരെ ചെയ്യേണ്ടത്? നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞാലും. ഈ സമയം മഹാനായ സിദ്ദീഖ് തങ്ങൾ അള്ളാൻ്റെ റസൂലിനോട് പറയുകയാണ്, തിജമായി ടമൈകളിൽ മൗത്തോളം അവർ മാറ്റം നിലയാലേ ബാരുകായം നുറപ്പും വാങ്ങി ഉറപ്പുകൾ മോളിപ്പിത്ത് ഫീത് യാതും എടുത്തിട്ട് ഓരോരുത്തരെ വീട്ടിയും നയക്കാമി പോൽ സർവോരും നമുക്കുള്ള ഖറബത്താം അശീറല്ലോ സലാമത്തിൽ മടങ്ങാനും ഇടം ഉണ്ടല്ലോ. പിറകെ ബന്ദിതിൽ ചിലർ ഇസ്ലാം ദീൻ പുകഴ്ന്നെങ്കിൽ പെരികെ ഖൈറദമല്ലോ റസൂലുള്ളാഹി. പ്രതിസന്ധി വേളയിലും അല്ലാത്തപ്പോഴും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താങ്ങും തണലുമായി മാറിയ മഹാന്യരായ സിദ്ദീഖ് റളിയല്ലാഹു തആല എഴുന്നേറ്റ് നിന്ന് അല്ലാഹുവിൻ്റെ റസൂലിനോട് പറയുകയാണ്, നബിയേ, എൻ്റെ അഭിപ്രായം യുദ്ധത്തിന് വന്നത് തെറ്റായിപ്പോയി. ഇനിമേലിൽ നമ്മുടെ യുദ്ധത്തിന് വരില്ല എന്ന് ഉറപ്പ് വാങ്ങി, ചെയ്ത തെറ്റിന് ഫിദിയ വാങ്ങി, പാട്ടം വാങ്ങി, നികുതി വാങ്ങി അവരെ വിട്ടയക്കാം. മാത്രമല്ല ഇവരെല്ലാം നമ്മുടെ അടുത്തടുത്ത ബന്ധുക്കളും കുടുംബക്കാരുമാണ്. മക്കാരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒക്കെ കുടുംബക്കാരാണ്, അടുത്തടുത്ത ബന്ധുക്കളാണ്, അയലോക്കക്കാരാണ്. ഏതായാലും അള്ളാഹു ഹിദായത്ത് കൊടുക്കുകയാണെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അത് നമുക്ക് തന്നെയല്ലേ ലാഭം എന്ന് അഷ്റഫുൽ വറ ത്വഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സിദ്ദീഖ് തങ്ങൾ അഭിപ്രായം പറയുകയും അതിനാൽ അവരെ ഫിദിയ വാങ്ങി വിട്ടേക്കാം എന്നാണ് നബിയെ എൻ്റെ അഭിപ്രായമെന്ന് മഹാനായ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞപ്പോൾ
മറ്റൊരു സഹാബി എഴുന്നേറ്റ് നിന്ന് അഭിപ്രായം പറയുകയാണ്. ആരായിരുന്നു ആ സഹാബിയെന്ന് മഹാകവി മോയിൻകുട്ടി വൈദ്യർ തന്നെ പറയട്ടെ. ഞെരികാണി ബീടുകാത്തൊരു ഖലീഫ വലി ഫാറൂഖി ശംബുന്ന് നിതമായൻ മോളി കേൾപ്പിൻ ഹബീബുല്ലാവേ അറുത്തൊണ്ടും മൊഴിയാതെ കുലത്തേണം അതും എന്താം അവരെല്ലാം കവാഫിറിൻ ഇമാമിങ്ങളാം. ആ സമയത്ത് മഹാനായ ഉമറുൽ ഫാറൂഖിൻ്റെ സ്വഭാവം പിന്നെ ആർക്കും പറഞ്ഞല്ലോ. മഹാനായ ഉമറുൽ ഫാറൂഖ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ രണ്ടാമത്തെ പ്രസിഡൻ്റായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് അള്ളാഹിൻ്റെ റസൂലിനോട് പറയുകയാണ്. എന്താണ് പറഞ്ഞത്? മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, മഹാന്യരായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ നബി തങ്ങളോട് പറയുകയാണ്, നബിയേ, എൻ്റെ അഭിപ്രായം ഇവരെയൊക്കെ കൊല്ലണം എന്നാണ്. ഒറ്റൊന്നിനും ബാക്കി വെക്കരുത്. കാരണം ഇവരെല്ലാം മക്കാ മുശ്രിക്കുകളുടെ തലവന്മാരാണ്. മാത്രമല്ല നബിയെയും റബ്ബിൻ്റെ കലാമിനെയും കളവാക്കിയവരാണിവർ. മാത്രമല്ല എല്ലാം നിഷേധിച്ചവരാണവർ. അതിനൊക്കെ പുറമെ പിറന്ന നാട്ടിൽ സ്വൈരമായി ജീവിക്കാൻ അനുവദിക്കാതെ പരിശുദ്ധ മക്കയിൽ നിന്ന് നമ്മെ ആട്ടിപ്പായിച്ചവരാണവർ. അതുകൊണ്ട് പരസ്പരം അവർ തമ്മിൽ കൊല ചെയ്യട്ടെ. അബ്ബാസിനെ ഹംസയും ഉക്കൈലിനെ അലി റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പരസ്പരം കൊല ചെയ്യട്ടെ. ഇതാണ് എൻ്റെ അഭിപ്രായം എന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളങ്ങോട്ട് പറഞ്ഞ സമയം ഉടനെ മോളിന്തിടുന്ന് ഇബ്നു റവാഹയന്ന് മുല്ല മലർ നബിയേ ആന ചൊല്ലിടാം ഹീലത്തും ഖതബും അടുക്കി വെച്ച് അതിന്മേൽ കയറ്റി വെച്ച് ചൂട്ട് കരിച്ചിടാമേ വിവരം പ്രവാഹച്ചൊന്നേ. അപ്പോൾ രണ്ട് അഭിപ്രായങ്ങളും അള്ളാഹിൻ്റെ റസൂല് കേട്ടു, സിദ്ദീഖിൻ്റെയും ഉമറിൻ്റെയും. മൂന്നാമത്തെ സഹാബിയായ ഇബ്നു റവാഹ പറഞ്ഞത്, നബിയെ, എൻ്റെ അഭിപ്രായം എന്താണെന്നറിയും, ഇവരൊക്കെ വിറക് കെട്ടുകൾ ഇങ്ങനെ അട്ടിയായി വെച്ച് അതിൻ്റെ ഇടയിൽ അവരെയും കയറ്റി വെച്ച് ചുട്ട് കരിക്കാണ് വേണ്ടത്, ഇവരഞ്ഞ് വിടാൻ പറ്റൂല എന്നാണ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇതെല്ലാം കേട്ടുനിന്ന പാപങ്ങൾ മക്ക കുഫാറുകൾ അവരുടെ ഉള്ള വീര്യവും ചോർന്നുപോയി. കാരണം ഇബ്നു റവാഹയുടെ അഭിപ്രായം എന്താണ്? അള്ളാഹിൻ്റെ റസൂലിൻ്റെ കരുണ മാത്രം പ്രതീക്ഷിച്ച് നിൽക്കുന്ന കരുണക്കടലായ റസൂലിൻ്റെ ആ കരുണ മാത്രമാണ് ഇനി അവർക്ക് പ്രതീക്ഷയുള്ളത്. അള്ളാഹിൻ്റെ റസൂൽ എങ്ങനെയാണ് വിധിക്കുക? അവരെല്ലാവരും മഹാനായ അഷ്റഫുൽ വറാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരൊറ്റ വാക്ക് പ്രതീക്ഷിച്ചു കൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്നത് അള്ളാഹുവിൻ്റെ ഹബീബ് ആ മൂന്നാളുകളുടെ അഭിപ്രായത്തിൽ നിന്ന് ആരുടെ അഭിപ്രായമാണ് തിരഞ്ഞെടുത്തത് എന്ന് മഹാകവി മോയിൻകുട്ടി വൈദ്യർ തന്നെ പറയലാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പുകൾ പേറ്റാവാറം നബിയുള്ളാത്താൻ പൊലിവർ സിദ്ദീ കുരയെടുത്താറും സകലോരിന്നും ഫിദിയത്തിന തരം പോലെടോ തയത്ത് നെയ്നാറ്. ഏതായാലും മൂന്ന് അഭിപ്രായങ്ങളും അള്ളാഹിൻ്റെ റസൂൽ കേട്ട് സിദ്ദീഖ് തങ്ങളെ അഭിപ്രായം മാനിച്ചുകൊണ്ട് അള്ളാഹിൻ്റെ റസൂൽ കാരുണ്യത്തിൻ്റെ കടലായ നബി മുഹമ്മദ് മുസ്തഫ വന്ന യുദ്ധത്തിന് വന്ന ആൾക്കാരെ എത്തുന്ന ഫിദിയും വാങ്ങി വിട്ടയക്കുകയാണ്. അങ്ങനെ 26 ആളുകളെയും വിട്ടയച്ചപ്പോൾ ശേഷം പിന്നെ നബിയുടെ മുമ്പിൽ വന്നു പെട്ടത് അവിടുത്തെ എളാപ്പിയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. രഹസ്യമായി അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ മുഹമ്മദേ, നിനക്കറിയില്ലേ എളാപ്പ മുസ്ലിമായ കഥ? ഉടനെ തന്നെ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, എളാപ്പ, കാര്യം ശരിയാണ്,
പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. വിവരം ഞാനും നിങ്ങളും പടച്ചോനും മാത്രമേ അറിയൂ. ജനങ്ങളൊന്നും ഈ വിവരം അറിയില്ല. അതുകൊണ്ട് നാളെ ഇവർ പറയും മുഹമ്മദ് അനീതി പ്രവർത്തിച്ചു, അനീതി ചെയ്തു എന്ന്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, വീട്ടിലേക്ക് പോകണം. നിങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് എന്ത് ചെയ്യണം, അവിടെ വല്ല ചില്ലറ ഉണ്ടെങ്കിൽ അതിങ്ങോട്ട് കൊണ്ടുവരും, എന്നിട്ട് ഞങ്ങളെ വിടാമെന്ന് പറഞ്ഞു. ആ സമയം വെളേപ്പ പറഞ്ഞു, മോനെ അതിന് എൻ്റെ അടുക്കൽ ഒരു പൈസയുമില്ലല്ലോ. ഉടനെ തന്നെ അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഇളയപ്പാനോട്, ഇളയപ്പ എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഉന്നിടൈ പൊന്നി നിറത്തൊരു പെട്ടി മണ്ണിൽ കുഴിത്തത് മൂടിടൈ വീട്ടിൽ പിന്നിലെ ഉണ്ടനി വല്ലൊരു മട്ടിൽ അയ്യത്താലെടു താണ്ണ ഞിടണം എൻ്റെ അയ്യത്തിൽ പോതിൽ വരുത്തീൻ പൊന്നേ. അത് കേട്ട അബ്ബാസ് അജബലുന്നേ ഉയത്തില്ലാരും അറിന്തോറില്ല ഉമ്മയെങ്ങിന അറിന്ത് ചൊല്ലാൻ. അല്ല ഇളയപ്പ, നിങ്ങൾ എന്തിനാണ് ഈ പച്ച പൊള്ളു പറയണത്? നിങ്ങൾ യുദ്ധത്തിന് പോന്നപ്പോൾ പൊന്ന് നിറച്ചൊരു പെട്ടി വീട്ടിൻ്റെ ഉള്ളിൽ റൂമിൽ കുഴിച്ചിട്ടിട്ടല്ലേ നിങ്ങൾ വന്നത്, നിങ്ങളെ ഭാര്യങ്ങളും ഈ യുദ്ധത്തിന് വന്നത്? ഇത് കേട്ട മാത്രയിൽ അത്ഭുതം കൂറി എളാപ്പ ചോദിച്ചു, മോനെ ഞാനും എൻ്റെ ഭാര്യയുമല്ലാതെ ആരും അറിയാത്ത ഈ കാര്യം മോൻ എങ്ങനെയാണ് അറിഞ്ഞത്? അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, എളേപ്പാ നസലൽ അമീൻ മലക്ക് ജിബ്രായിൽ അലൈഹിസ്സലാം ആണ് എനിക്ക് രഹസ്യ വിവരം നൽകിയത്. ഇത് കേട്ടപ്പോൾ ഇനി രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ എളേപ്പ വേഗം മക്കത്തേക്ക് ആളെ പറഞ്ഞേക്കുകയാണ്. അങ്ങനെ പണം വരുത്തിയിട്ട് ഫിദിയും കൊടുത്ത് പാവങ്ങളായ മറ്റ് 43 പേരുടെയും ഫിദിയ കൂടി അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടവിൽ പിടിക്കപ്പെട്ടതായിരിക്കുന്ന 60 ആളുകൾ 70ഓളം വരുന്ന ആളുകളെയും വിട്ടയച്ചു എന്ന് മാത്രമല്ല, തടി കിട്ടിയത് ലാഭമെന്നുള്ള നിലക്ക് മക്കയിലേക്ക് ഒരൊറ്റ പോക്ക് പോയതാണെന്ന്. പക്ഷെ വെറുതെ മടങ്ങി പേടിച്ച് പോയതല്ല, അവർ തകൃതിയായി അവിടെ പടയൊരുക്കം നടത്താണ്. ബദറിന് പ്രതികാരം ചോദിക്കണം എന്നുള്ള നിലക്ക് ശക്തമായ പടയൊരുക്കം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അവരുടെ വിവരം? അവർ മക്കയിലെത്തിയിട്ടുണ്ടെങ്കിലും 1 വർഷമായി അവർക്ക് ഉറക്കമില്ല, ഊണില്ല, സ്വൈരമായൊരു ജീവിതം നയിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. എന്താണ് കാരണം? ബദറിന് പ്രതികാരം ചോദിക്കണം. അത് തന്നെയാണ്, അതിനുള്ള എല്ലാ ചട്ടവട്ടങ്ങളും എല്ലാ കാര്യങ്ങളും അവർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കവി പറയുന്നത്, ബദറിൽ പടവെട്ടി പരാജിതരായ ഖുറൈശി പ്രമാണികളൊത്ത് ഉഹദിൽ പകരം പകവീട്ടിടു വാനവറുകൾ അണിയായി. ആ രംഗം മൊയ്കുട്ടി വേദർ വിവരിക്കുന്നത് അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം. കാനു മുഹമ്മദും അരികോറത്ത് കലകം ബദറിന്ന് നമ്മിൽ എതിർത്ത് കാനം ഖുറൈശെന്ന നമൈകുലത്തിൽ ഖൈറായവറുകളെ കുലപ്പെടുത്തി താനും താറവാടും കെടുത്തിയല്ലോ ദാറിൽ ഭാനികളെ തനിപ്പിത്തല്ലോ. അത് മറ്റൊന്നുമല്ല, ബദറിലെ പരാജയം തന്നെയായിരുന്നു. നമ്മിൽ പ്രധാനികളായ ഉത്ബത്ത്, ശൈബത്ത്, വലീദ്, അബുൽ ഹക്കം എന്നീ പ്രധാനികളെ അവർ കൊലപ്പെടുത്തി. നമ്മുടെ തറവാടിനും മാനക്കേടുണ്ടാക്കി. പിതാവ് നഷ്ടപ്പെട്ട മക്കൾ, മക്കൾ നഷ്ടപ്പെട്ട പിതാക്കൾ, അതുപോലെ തന്നെ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട ഭാര്യമാർ. ഇനി നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? എന്തിനാണ് നമുക്ക് സമ്പത്ത്? നമ്മുടെ പ്രിയപ്പെട്ടവരെ വകവരുത്തിയ മുഹമ്മദിനോടും അനുയായികളോടും പകരം ചോദിച്ചിട്ടല്ലാതെ ഇനി വിശ്രമമില്ല എന്നവർ തീരുമാനിക്കുകയാണ്. എങ്ങനെ തീരുമാനിച്ചു എന്ന് മാത്രമല്ല, തന്ത്രശാലിയായ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ ദാറുന്നദവയിൽ വെച്ചൊരു യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. എന്തായിരുന്നു യോഗത്തിൻ്റെ അജണ്ട എന്ന് അടുത്ത എപ്പിസോഡിൽ